ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകരാണ് വയനാടിനെ കരകയറ്റാൻ കൂടെ നിൽക്കുന്നത്. എന്നാൽ ഇതിൽ 99% ആളുകളും ആത്മാർത്ഥമായി ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി ഉറ്റവരെ തിരയുമ്പോഴും ഒട്ടും രസകരമല്ലാത്ത ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലിൽ തകർന്നുപോയ മനുഷ്യർ ഒരുപാടുണ്ട്. ഈ സാഹചര്യത്തിൽ പൂട്ടിയിട്ട വീടുകളിൽ നിന്നും പല സാധനങ്ങളും മോഷണം പോകുന്നു എന്ന പരാതി, അതിന് സുരക്ഷ വേണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് നാട്ടുകാർ. എരന്ന് തിന്നുന്നവനെ തൊരന്ന് തിന്നുന്ന നാറികളെന്നല്ലാതെ ഇവരെ കുറിച്ച് എന്തു പറയാൻ. എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. വീട് പൂട്ടിയാണ് ക്യാമ്പിലേക്ക് മാറിയത്. ഇപ്പോൾ നോക്കുമ്പോൾ വീടിന്റെ പിൻവശത്തെ വാതിൽ പൊളിച്ചകത്ത് കടന്നിട്ടുണ്ട്. വസ്ത്രങ്ങൾ അടക്കമുള്ളവ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടും കച്ചവട സ്ഥാപനങ്ങളും വാഹനവും ജീവനും ഒക്കെ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. അതിനിടയിലാണ് മോഷണവും നടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നവരെ കുറ്റം പറയുകയല്ല, പക്ഷേ എല്ലാവരും സതുദ്ദേശത്തോടു കൂടിയല്ല എത്തുന്നത് എന്നത് വിഷമിപ്പിക്കുന്ന